ഈ കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ ജീവനക്കാർ, ഓൾ ഇന്ത്യ സർവീസുകാർ, പെൻഷൻകാർ എന്നിവർക്ക് 2% DA അനുവദിച്ച് ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇപ്പോഴത്തെ ഈ ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിരിക്കെ ഈ പറയപ്പെട്ട 2% DA, DR, DA ഗഡുക്കൾ സംസ്ഥാന ജീവനക്കാർക്കും ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർക്കും DR പെൻഷൻകാർക്കും ആണ് ലഭിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ധനപ്രതിസന്ധി ഇത്ര ശക്തമായിട്ടിരിക്കെ ഏത് തരത്തിലായിരിക്കും ഗവൺമെന്റ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്? അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 7 ഗഡുക്കളാണ് മുടങ്ങിയിരിക്കുന്നത്. അത്ര രൂക്ഷമായ ധനപ്രതിസന്ധി രൂക്ഷം എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് 50,000 കോടി രൂപ കടമെടുക്കുവാനുള്ള അനുവാദം നൽകണം എന്നാണ്. അങ്ങനെ പറഞ്ഞിടത്താണ് 13,608 കോടി കടമെടുക്കാൻ ഗവൺമെന്റ് കേന്ദ്രത്തോട് സഹായകരമായ നിലപാട് എടുക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് സുപ്രീം കോടതി നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു, ഒരു കണ്ടീഷനോടുകൂടി, ഒരു ഉപാധിയോടുകൂടി. എന്തായിരുന്നു ആ ഉപാധി? സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിച്ചാൽ 13,608 കോടി അത് സംസ്ഥാനത്തിന് അർഹിക്കുന്ന കടമാണ്. പക്ഷേ അർഹത പൂർത്തിയാകണമെങ്കിൽ പല കണ്ടീഷൻസും സംസ്ഥാന ഗവൺമെന്റ് പാലിക്കേണ്ടതുണ്ട്. ആ കണ്ടീഷൻസ് പാലിക്കാത്തത് കൊണ്ടാണ് അത് പിടിച്ചു വെച്ചിരിക്കുന്നത്, ആ കടം എടുക്കാൻ സമ്മതിക്കാതെ വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും കേസ് പിൻവലിച്ചാൽ കടം എടുക്കാൻ സമ്മതിക്കാമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വീണ്ടും കൂടിയ സമയത്ത് സംസ്ഥാനത്തിന് ആ കടം തൽക്കാലം നിന്ന് പൊറുക്കാനായിട്ട് ആ കടം എടുക്കാൻ അതായത് 13,608 കോടി എടുക്കാൻ സമ്മതിക്കണം. അതുപോലെ ഭരണഘടനയുടെ 331 വകുപ്പ് അനുസരിച്ച് ഏത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോകാൻ അവകാശമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ കടമെടുക്കാനുള്ള സാധ്യത പിടിച്ചു വെക്കേണ്ടതില്ല, തടസ്സപ്പെടുത്തേണ്ടതില്ല എന്നാണ് കോടതി ബോധ്യപ്പെടുത്തിയത്. അപ്പൊ അതിൻ്റെ പേരിൽ കേന്ദ്രം കടമെടുക്കാൻ സമ്മതിച്ചു. അങ്ങനെ കടമെടുക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും, പറഞ്ഞ സാഹചര്യത്തിൽ പോലും നമുക്ക് സംശയമാണ്. ഈ ഗഡു, DA, അതുപോലെ തന്നെ ഈ 2% DA, അതുപോലെ DR എന്നിവ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പറഞ്ഞതുപോലെ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ പുതിയ ധനവർഷം തുടങ്ങുകയാണല്ലോ, ആ സമയമാകുമ്പോഴത്തേക്കും കൊടുക്കാൻ കഴിയുമോ? കാരണം അതിനു മുൻപ് തന്നെ കൊടുത്തു തീർക്കേണ്ട ധാരാളം കുടിശ്ശികകൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്ര വലിയ ധനപ്രതിസന്ധിയിലേക്ക് ഈ സംസ്ഥാനം കൂപ്പുകുത്തിയത് അഥവാ മൂക്കുകുത്തി വീണത്? അതായത് ഇപ്പോൾ തന്നെ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 721 കോടിയുടെ കുടിശ്ശിക ബില്ലുകളാണ് ട്രഷറിയിൽ വന്ന് കിടക്കുന്നത്. ഈ കുടിശ്ശിക ബില്ലുകൾ ഗവൺമെന്റിന്റെ വകുപ്പുകളിലേക്ക് പോകേണ്ടത്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടത് ഒക്കെയാണ്. ഇതിൽ തന്നെ ഈ 720 കോടിയുടെ ബില്ലുകൾ കിടക്കുന്നു എന്ന് പറയുമ്പോൾ 721 കോടിയുടെ കുടിശ്ശിക ബില്ലുകൾ വന്ന് കിടക്കുന്നു ട്രഷറിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 407 കോടി പദ്ധതി ചെലവുകൾക്കുള്ള ബില്ലുകളാണ്. പദ്ധതി ചെലവുകൾ 41.5% അല്ലെങ്കിൽ 41.6%, 42% പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അതിലേക്ക് വേണ്ട 721 കോടിയുടെ 407 കോടിയുടെ ബില്ലുകൾ, പദ്ധതി ചെലവിന്റെ തന്നെ
ബില്ലുകൾ ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭരണം ഇപ്പൊ ധനവർഷം തീരാൻ പോവുകയാണ്. 4-ാം പാദത്തിന്റെ അവസാന മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ ധനവർഷം എന്തായിരുന്നു ഈ ഗവൺമെന്റിന്റെ ഭരണം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം എങ്ങനെയായിരുന്നു? കാരണം അവയ്ക്ക് കിട്ടേണ്ട പദ്ധതി ഗ്രാന്റ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വകുപ്പുകൾക്ക് കിട്ടേണ്ട പദ്ധതി ഗ്രാന്റ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്ത് ഭരണമാണ് ഈ വർഷം ഇവിടെ നടപ്പായത്? ഒന്നും തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഫണ്ടില്ലായ്മ തന്നെ. അതായത് അപ്പൊ ഈ ഫണ്ട് എവിടെ നിന്ന് വരണം? ഫണ്ടിന്റെ ഒരു ഭാഗം വരേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ ഉണ്ട് പദ്ധതി ഗ്രാന്റ്. ആ ഗ്രാന്റ് ഉദാഹരണത്തിന് 816 കോടി ഗ്രാന്റാണ് ഈ വർഷം കിട്ടേണ്ടിയിരുന്നത്. അതിന്റെ ആദ്യത്തെ ഗഡു ഗ്രാന്റ് ഓഗസ്റ്റ് മാസത്തിൽ കിട്ടി 212 കോടി. പക്ഷേ ഇതുവരെയും ആ 212 കോടി ഒരു കാരണവശാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടില്ല. എന്ന് വെച്ചാൽ അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ദുർവ്യയം ചെയ്തു, വകമാറ്റി ചെലവഴിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഗ്രാന്റ് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയില്ല. അത് കൃത്യമായി കൈമാറി ചെലവഴിച്ച സർട്ടിഫിക്കറ്റ്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തിയാലേ അടുത്ത 3 ഗഡുക്കൾ കിട്ടുമായിരുന്നുള്ളൂ. അപ്പൊ അത്രയും ഫണ്ട് സംസ്ഥാനങ്ങൾക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ 816 കോടിയുടെ ഫണ്ട് ഈ വർഷം നഷ്ടപ്പെട്ടു. ഇതുപോലെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഒക്കെ വരേണ്ട, അതായത് നമുക്കറിയാം നെല്ല് സംഭരണത്തിന്റെ തന്നെ, നെല്ല് സംഭരിച്ച് അത് കുത്തി അരിയാക്കി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ കൊടുക്കുന്നത് വരെയുള്ള ചെലവുകളൊക്കെ സംസ്ഥാനം വഹിച്ച് ആ സർട്ടിഫിക്കറ്റ്, ഇത്രയും പണം ചെലവായി എന്നുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തുമ്പോഴാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന സംഭരണ വില, ആ സംഭരണ വിലയും സംഭരിക്കുന്നതിനുള്ള മറ്റു വട്ടച്ചെലവുകളും ചേർത്ത് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുക. അത് അങ്ങനെ നൽകാത്തത് കൊണ്ട് ആ നെല്ലിന് കൊടുക്കേണ്ട സംഭരണ വില കൊടുക്കാതെ കിടക്കുന്നത് കൊണ്ടാണ് പ്രസാദിനെ പോലെയുള്ള തകഴിയിലെ കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുപോലെയാണ് സമസ്ത മേഖലകളിലും വകമാറ്റി ചെലവഴിക്കില്ല. ആ പദ്ധതിക്ക് വേണ്ടിയിരുന്ന ഫണ്ട് പദ്ധതി ചെലവിന് വേണ്ടി കൊടുക്കുന്നില്ല, സമയത്തും കൊടുക്കുന്നില്ല, ഒരിക്കലും കൊടുക്കുന്നില്ല. ആ ഫണ്ടെല്ലാം തിരിമറി നടത്തുന്നു ഗവൺമെന്റ്. അങ്ങനെ പദ്ധതികൾ ഒന്നും നടക്കാതെ, എന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ധനവർഷത്തില് അതായത് 41% പദ്ധതി വിഹിതം ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. അതുപോലും ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്ന കണക്കുകളായിരിക്കും, വസ്തുനിഷ്ഠമായ കണക്കുകൾ ആയിരിക്കുകയില്ല. ഒരു ജനം തെരഞ്ഞെടുത്ത് അയക്കുന്ന ഗവൺമെന്റ് ഇത്ര നിഷ്ക്രിയമാണെങ്കിൽ, അഥവാ നിഷ്ക്രിയമെന്നല്ല പറയുന്നത്, ഇത്ര നിഷ്ഠൂരമാണ് അവരുടെ കർമ്മ പരിപാടികളിലെങ്കിൽ, അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയില് 1000 കാര്യങ്ങൾ പറയുന്നു, പക്ഷെ അതിൽ ഒന്നുപോലും പ്രാവർത്തികമാക്കാതെ അതിനു വേണ്ടി ചെലവഴിക്കേണ്ട പണം, ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ഈ പറയപ്പെട്ട മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ കുടുംബസ്വത്തല്ല ഖജനാവിലേക്ക് എത്തുന്ന പണം. ഇവിടുത്തെ ഭിക്ഷക്കാരൻ തൊട്ട് മുകളിലേക്കുള്ള എല്ലാവരും നികുതിയേതര വരുമാനമായി ഒക്കെ സർക്കാരിലേക്ക് കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ സർക്കാരിലേക്ക് എത്തിക്കുന്ന പണമാണ്. അത് കൃത്യമായിട്ട് സംഭരിച്ച് കൃത്യമായിട്ട് സമാഹരിച്ച് ചെലവഴിക്കേണ്ടിടത്ത്, അതായത് എങ്ങനെയാണോ മുൻഗണനകൾ, പ്രയോറിറ്റീസ് നിശ്ചയിച്ചിരിക്കുന്നത്, ആ പ്രയോറിറ്റീസ് അനുസരിച്ച് ചെലവഴിക്കുകയാണ് ഗവൺമെന്റിന്റെ ധർമ്മം. ഓരോ വകുപ്പിന്റെയും ധർമ്മം അതത് വകുപ്പുകളിലെ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായാണ് മാസത്തെ ശമ്പളം ആ മാസത്തിന്റെ 1-ാം തീയതി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും കൊടുക്കാൻ പറ്റാതെ വന്നത്, ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും കൊടുക്കാൻ പറ്റാതെ വന്നത് ഈ സംസ്ഥാനം ഫോം ചെയ്തതിന് ശേഷം ആദ്യം ഉണ്ടാകുന്ന ദുര്യോഗമാണ്. അത്ര രൂക്ഷമായ ധനപ്രതിസന്ധി വരാൻ കാരണം എന്താണ്? ഇവിടുത്തെ ഈ വർഷം ഒരു അതായത് മറ്റ് ജനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വർഷമായിരുന്നില്ല. സമ്പദ്ഘടനയില് മറ്റു തരത്തിലുള്ള മാന്ദ്യമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ധനസമാഹരണം നികുതി വഴിയായിട്ടും നികുതിയേതര വരുമാനം വഴിയായിട്ടും ഒക്കെ സമാഹരിക്കാവുന്ന പണം ഫണ്ട് മുഴുവൻ സമാഹരിക്കാമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 19,000 കോടിയിലധികം 19,975 കോടിയാണ് നികുതി കുടിശ്ശികയായിട്ട് ബജറ്റിൽ തന്നെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം നികുതി കുടിശ്ശിക വന്നത്? ഗവൺമെന്റ് ഭരണത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം നികുതി കുടിശ്ശിക വന്നിരിക്കുന്നത്. അങ്ങനെ നികുതി കുടിശ്ശിക വന്ന്, അതായത് നികുതി കുടിശ്ശിക, ഒരു വശത്ത് നികുതി കുടിശ്ശിക വരുന്നു, മറുവശത്ത് ഈ നികുതി നൽകേണ്ട വ്യാപാരി വ്യവസായികളുടെ അടുക്ക് സ്പോൺസർഷിപ്പ് അന്വേഷിച്ച് സ്പോൺസർഷിപ്പ് ചോദിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ, ഉന്നത തലത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ചെല്ലുന്നു. അങ്ങനെ നികുതി വെട്ടിക്കുന്നതിന് സർക്കാർ തന്നെ കൂട്ടുനിൽക്കുകയാണ്, സർക്കാർ തന്നെ പ്രേരണ നൽകുകയാണ്. അതായത് കോടികളുടെ സ്പോൺസർഷിപ്പ് എടുക്കുമ്പോൾ ഏതൊരു വ്യാപാരിയും ഏതൊരു വ്യവസായിയും ആവശ്യപ്പെടുന്ന ഒന്ന്, അതായത് പ്രത്യേകിച്ച് പറയാതെ തന്നെ ആവശ്യപ്പെടുന്ന ഒന്നാണ്, ഞങ്ങൾക്കും ഇതുപോലെ നികുതി കൺസെഷൻസ് ഒക്കെ തരണം എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഈ 19,975 കോടിയുടെ നികുതി കുടിശ്ശിക സംസ്ഥാന ഗവൺമെന്റിന് ഈ ബജറ്റിലും കാണിക്കേണ്ടി വന്നത്. അപ്പൊ ആ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ പറ്റുമോ? ഈ മാസം കൊണ്ട് ഒന്നും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അപ്പൊ അത് കാരണം ഇനി അടുത്ത സാമ്പത്തിക വർഷം, ധനവർഷം വരികയാണ്, അടുത്ത സാമ്പത്തിക വർഷം വരികയാണ് ഏപ്രിൽ 1 മുതൽ. ആ സാമ്പത്തിക വർഷത്തിലാണെങ്കിൽ പോലും ഈ പറയപ്പെട്ട DA-യോ DR-ഓ കൊടുക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ സാധ്യതയുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ രൂക്ഷമായ ധനക്കമ്മിക്ക് അവസാനം വരണം. രൂക്ഷമായ ധനക്കമ്മിക്ക് അവസാനം വന്നാൽ മാത്രം പോരാ, അതിനേക്കാൾ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളുണ്ട്. അതായത് സംസ്ഥാന ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച 2 ഗഡു DA DR, ജീവനക്കാർക്കും പെൻഷൻകാർക്കുള്ള DR, ഇതിനേക്കാളൊക്കെ പ്രയോറിറ്റി ഉള്ള മറ്റു കാര്യങ്ങളുണ്ട്. അവയിൽ പെട്ടതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അങ്ങനെയുള്ള, അതുപോലെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷനോ ഉള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. അതുപോലെ ഈ എല്ലാ തരത്തിലുള്ള കാരുണ്യ പദ്ധതിയിൽപ്പെട്ട് ചികിത്സയ്ക്ക് വേണ്ടി ഇൻഷുറൻസ് ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ദരിദ്രരാണ്, അതിദരിദ്രരാണ് ഇങ്ങനെയൊക്കെയുള്ള ഇൻഷുറൻസ് പോളിസികൾക്ക് വേണ്ടി, ഇൻഷുറൻസ് ലഭ്യതയ്ക്കൊക്കെ വേണ്ടി കാത്തുകെട്ടി കിടക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്. അത് നമ്മൾ ഓർക്കണം, 14,000 കോടിയോളം കാരുണ്യ ലോട്ടറി വിറ്റ് നേടിയ സർക്കാരാണ് കാരുണ്യ പദ്ധതികളുടെ ഫണ്ട് കൊടുക്കാത്തത്. ആശുപത്രികൾ അതിൽ നിന്ന് പിന്മാറിപ്പോകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഉയർന്ന പ്രയോറിറ്റി, അതായത് എന്താണ് പറയുക, അതായത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള അവരുടെ സ്കോളർഷിപ്പ് നിർത്തലാക്കിയത് മൂലം അവര് വീടുകളിൽ ചെന്നിരിക്കുന്നു, അവർക്ക് സ്കൂളുകൾ നടക്കുന്നില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രതിസന്ധികൾ, അതിരൂക്ഷമായ പ്രതിസന്ധികളാണ് ഈ രൂക്ഷമായ ധനക്കമ്മിയുടെ ഫലമായിട്ട് ഉടലെടുത്തത്. ഇതൊക്കെ 1-2 ദിവസം കൊണ്ട് ഉള്ളതല്ല. ഇത് ഏകദേശം പിണറായി ഗവൺമെന്റിന്റെ ഈ 2ാം വരവിന് ശേഷം എന്നും ഇത് തന്നെയാണ് അവസ്ഥ ഈ സംസ്ഥാനത്ത്. അപ്പോ DA-യും DR-ഉം പ്രഖ്യാപിച്ചു എന്നതിലുപരി ഉടനെയെങ്ങും അത് പ്രതീക്ഷിക്കേണ്ട ജീവനക്കാരും പെൻഷൻകാരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം 78,000 പേരാണ് പെൻഷൻകാരാണ്, അതായത് മുതിർന്ന പൗരന്മാരാണ്. അവർ അർഹതപ്പെട്ട DR കുടിശ്ശിക കിട്ടാതെ, പെൻഷൻ കുടിശ്ശിക കിട്ടാതെ മരണപ്പെട്ടത് എന്ന കണക്കുകൾ നാം കേട്ടതാണ്. അപ്പൊ അതുപോലെ ഇതും കുടിശ്ശികയായി കിടക്കുമെന്നും കിട്ടിയാൽ കിട്ടിയെന്നും മാത്രം സമാധാനിച്ചാൽ മതി. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത്, പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ചൊല്ലുണ്ട്, ഒരു ജനത്തിന് അവരർഹിക്കുന്ന ഗവൺമെന്റിന് കിട്ടുന്നു എന്ന്. ഈ ഗവൺമെന്റിന്, അതായത് ഒരു കാരണവശാലും പറഞ്ഞ വാഗ്ദാനങ്ങളെ പിൻപറ്റാത്ത, അവയെ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത, പ്രയോറിറ്റീസ്, മുൻഗണനകളെ ഒക്കെ അവഗണിക്കുന്ന ഈ സർക്കാരിനെ തെരഞ്ഞെടുത്തതും നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ശിക്ഷയാണ് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എപ്പോഴും വോട്ട് ചെയ്യാൻ നേരത്ത് ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏത് സർക്കാരിന്റെ കാലത്താണ് ഞങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ലഭ്യമായത്, ഞങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിരുന്നത്,
ഈ പറയപ്പെട്ട DAയോ അല്ലെങ്കിൽ DRO ഒന്നും സർക്കാരിന്റെ സൗജന്യമല്ല. ഇതൊക്കെ നാം അവകാശപ്പെട്ടതാണ്. സർക്കാർ സർവീസിൽ നിരവധി വർഷങ്ങൾ 30-35 വർഷം സേവനം അനുഷ്ഠിച്ചതിന് ശേഷം പിരിഞ്ഞവർക്കുള്ളതാണ് ഈ പറയപ്പെട്ട DAയും DRും ഒക്കെ. അപ്പൊ അത് അവരെ അർഹിക്കുന്നത് തന്നെയാണ്. കൃത്യമായിട്ടും അത് ലഭിക്കേണ്ടതാണ്. അതിന് അവകാശം അവർക്കുണ്ട്. പക്ഷെ ആ അവകാശം തട്ടിത്തെറിപ്പിച്ച് കളയത്തക്ക രീതിയിലുള്ള ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തതും അവർ തന്നെയാണ് എന്നോർത്ത് അവർ സമാധാനിക്കുക.